ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും പാടികളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വഴിയില്ല പോകാൻ, കാട് മൂടി കിടക്കണം. പിന്നെ എന്തൊക്കെയോ ഒരു മണം, മറ്റേ മൃഗങ്ങളൊക്കെ ഉണ്ടായാലൊരു മണം ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ഒരു മണം. അതെനിക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ, പേടിൻ്റെ. അത് ബൈക്കിൽ വരുന്ന സമയത്ത് ആന പുറകിൽ കൂടിയിട്ട് ബൈക്കിൽ വീണിട്ടാണ് കാല് പരിക്ക് പറ്റിയിട്ട് മൂപ്പരിപ്പോൾ വീട്ടിലേക്ക് 10-25 ദിവസമായി. എങ്ങനെ സംഭവിച്ചത്? ആന പുറകിൽ വന്നത് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ ഉണ്ടോ ഇല്ലേന്നറിയില്ല, പോയി കുടുങ്ങുമൊന്നും അറിയത്തില്ല. ഈ വഴി ഞാനിന്ന് നിൽക്കുന്നത് നീലഗിരി ജില്ല ഗൂഡല്ലൂർ താലൂക്ക് ദേവർശല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ദേവർശല. ചെറിയൊരു ടൗണാണ്, ഇതൊരു ടൗൺ പഞ്ചായത്താണ്. സാധാരണ ഒരു റവന്യൂ ടൗൺ വില്ലേജസ് അല്ല, സാധാരണ ഒരു 18 വാർഡുകളും പിന്നെ കുറച്ച് ഹാബിറ്റേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു സ്ഥലം. ഇവിടുത്തെ ഈ പ്രദേശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇവിടുന്ന് ആളൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് ഈ 18 വാർഡുകളിലും ഉള്ളത്. കൂടുതലായിട്ടും എസ്റ്റേറ്റ് മേഖലയാണ്. എസ്റ്റേറ്റ് മേഖല എന്നൊക്കെ ആളൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ദേവർശല എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 18 വാർഡാണെങ്കിലും ഒരു 100-ൽ കൂടുതൽ ഹാബിറ്റേഷൻസ് ഉണ്ടാവും. അതിപ്പോൾ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവർശാലയും ഇതിൻ്റെ പരിസരത്ത് പാടന്തറ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലമാണ്. ബാക്കിയുള്ളതെല്ലാം കൂടുതലായിട്ടും ഉൾഗ്രാമങ്ങളും ഈ കൊല്ലികൾ, അതായത് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനികളൊക്കെ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഈ ദേവർശാല എടുത്ത് നോക്കുകയാണെങ്കിൽ ദേവർശാല ഡിവിഷൻ നമ്പർ 1, 2, ഡിവിഷൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഭാഗം തിരിച്ചിട്ടുണ്ട്. അതായത് എസ്റ്റേറ്റിൻ്റെ ഓരോ സെക്ഷനായിട്ട് അറിയപ്പെടുന്നത്. ഇതിൽ ദേവൻ നമ്പർ 1 എന്ന് പറയുന്നത് ദേവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആളൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മുമ്പൊക്കെ നല്ല പ്രതാപമുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും രാത്രി സമയങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും കൂടുതലായിട്ട് കാട്ടാന കൂട്ടത്തോടെ ഇറങ്ങുന്ന കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇതിൻ്റെ പരിസരത്ത് പാടന്തറ എന്നുള്ള സ്ഥലത്തൊക്കെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്തൊക്കെ കാട്ടാന ഇറങ്ങി വന്നതിൻ്റെ ശേഷം ഭയങ്കര ബഹളങ്ങളൊക്കെ അവിടെ സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഒരുപാട് ഉൾഗ്രാമങ്ങളൊക്കെ ഇന്ന് ആളൊഴിഞ്ഞു പോയി തികച്ചും ശൂന്യമായി, അവർ താമസിച്ചിരുന്ന വീടുകളൊക്കെ നശിച്ച് മൃഗങ്ങൾ പകൽ സമയത്ത് പോലും വിലസുന്നൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ജോലിക്ക് വന്ന് നിൽക്കുന്നത്. ഇവിടെയുള്ള സ്വദേശികളായിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കുറച്ചായിട്ട് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ചില ഗ്രാമങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നിന്ന് നമ്മൾ പോകുന്നത് ദേവൻ നമ്പർ 1 എന്ന സ്ഥലമാണ്. ഇപ്പോൾ ദേവർശാലയിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. പോകുന്ന വഴികളൊക്കെ കുറച്ച് ദൂരം തേയിലക്കാടാണ്, പിന്നെ കുറച്ച് ഫോറസ്റ്റാണ്. പിന്നെ ഗ്രാമം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം ഫോറസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴി സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. നീലഗിരിയിലെ സ്വന്തം കടുപ്പം തേയിലപ്പൊടി ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു തരുന്നതാണ്. നമ്മൾ ആദ്യം പോകുന്നത് ദേവൻ നമ്പർ 1 എന്ന സ്ഥലത്തേക്കാണ്. ഇത് പോകുന്നത് കുറച്ച് ദൂരം ഫോറസ്റ്റാണ്. ഞാൻ അതിന് മുമ്പ് പോയിട്ടുള്ള സ്ഥലമാണ്, വീഡിയോ ഒക്കെ എടുത്തുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഓരോ വർഷം പോകുന്നതോടും അവിടെ വ്യത്യാസങ്ങളുണ്ടാവും. ഒരുപാട് മുമ്പ് ഞാൻ പോയ പോലെ ആയിരിക്കില്ല ഇപ്പോൾ പോകുമ്പോൾ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം ആളൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാകുമ്പോൾ ഓരോ ആൾക്കാർക്കും അവിടെ ജീവിക്കുന്ന ഓരോ ആൾക്കാരും അവർക്കൊരു അവസരം വരുന്ന സമയത്ത് അവർക്ക് പുറത്തേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഒത്തു വരുമ്പോൾ അവരോടൊന്ന് പോകും. അങ്ങനെ പോയി ആൾ കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഈ പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും കാട്ടാനൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അത് ഏത് സമയത്തും ഇവിടെ കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശങ്ങളൊക്കെ. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഫോറസ്റ്റാണ് അതിൻ്റെ അപ്പുറത്തേക്ക്. ഈ ഭാഗമൊക്കെ കുറച്ച് എസ്റ്റേറ്റ് ഏരിയ ആണെങ്കിൽ പോലും ഇവിടെ പോലും ഒരുപാട് കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം നമ്മളിന്ന് പോകുന്നത്. നമ്മൾ അവിടുന്ന് എസ്റ്റേറ്റ് മേഖല കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കൃഷിയിടങ്ങളുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് ദൂരം ഫോറസ്റ്റിലൂടെ പോകണം. പക്ഷേ ഇവിടെ റോഡുണ്ട് മീൻസ് മുമ്പൊക്കെ ഇവിടെ ഈ ദേവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിൽ ആൾ താമസം ഉണ്ടായിരുന്ന സമയത്ത് നല്ല റോഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആളെല്ലാം ഒഴിഞ്ഞു പോയതിന് ശേഷമാണ് ഇവിടുത്തെ സർക്കാർ റോഡ് ഇട്ട് കൊടുക്കുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ ആക്രമിച്ച ഒരാൾ മരണപ്പെട്ടിരുന്നു. അതിൻ്റെ ശേഷം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സമരമൊക്കെ ചെയ്ത് കുറേ ആൾക്കാർ രംഗത്ത് ഒക്കെ വന്ന സമയത്ത് കലക്ടറും മറ്റൊക്കെ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നു.
അന്നേരം കലക്ടറെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഉറപ്പ് വാങ്ങിച്ചതാണ്, ഞാൻ നാട്ടിലേക്ക് റോഡ് ഇട്ട് തരും. അപ്പോൾ കലക്ടർ എല്ലാ മീഡിയക്ക് മുമ്പിൽ അന്നൊരു ഉറപ്പ് നൽകി, റോഡ് ഇട്ട് തരാം, ഉടനെ തന്നെ വർക്ക് തുടങ്ങാം. അങ്ങനെ ഒരു വർക്ക് തുടങ്ങി. അവസാനം അവർ താമസിക്കുന്ന ആ ഒരു പറഞ്ഞ സ്ഥലം വരെയുള്ള ഒരു റോഡ് കിട്ടി. പക്ഷേ ഈ റോഡിലൂടെ ഒന്നും സഞ്ചരിക്കാനുള്ള കുറേ ഭാഗ്യം ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആൾക്കാർക്കൊന്നും കിട്ടിയിരുന്നില്ല. അവർ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്തിരുന്നത്. ബസ്സുണ്ട്, ഒരു ദിവസം 2 നേരം കണ്ട് ബസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് രൂക്ഷമായിട്ടുള്ള ആന സ്പോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ആന മാത്രമല്ല എല്ലാ മൃഗങ്ങളും ഉണ്ടാവും, പക്ഷെ ആന മാത്രമുള്ള ജനങ്ങളെ കണ്ടുപെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പതുങ്ങിയിരിക്കുന്നതുകൊണ്ട് കാണില്ല. ഈ ആന എന്ന് പറയുന്ന കൂട്ടത്തോടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കാണും. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും ആന ഉണ്ടാകുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ പറയുന്നേക്കാം ഇവിടെ എപ്പോഴും ആന ഉണ്ടാവുന്നതാണ്. റോഡിലില്ലാതിരുന്നാൽ മതി, നമുക്ക് അത്രയേ ഉള്ളൂ. റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തായാലും ഈ സമയത്തും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ പോകാം. ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി വന്നതായിരിക്കും. രാത്രിയല്ല, പകലും ഉണ്ടാവും ഇവിടെ ഒരുപാട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ശ്രദ്ധിച്ച് വേണം. പണ്ടൊക്കെ ഇതിലൂടെ വരുന്ന സമയത്ത് റോഡില്ല, അന്ന് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഇന്ന് റോഡുണ്ട്, ബട്ട് റോഡിലൂടെ പോകാൻ ആളില്ല. ഈ വളവ് തിരിയുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട. അപ്പം അങ്ങനെ അങ്ങ് റോട്ടിൽ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ പെട്ടുപോകും. കുറച്ച് ഡിസ്റ്റൻസ് നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആവാം. ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ഭീകരമായ സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ സ്പോട്ടിലേക്ക് എത്തി. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആനപ്പിണ്ടാണ് മൊത്തം. ഇതാണ് ദേവൻ നമ്പർ 1. ബിൽഡിങ് കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് ദേവൻ നമ്പർ 1. ഇത് പഴയ ഒരു ഡിസ്പെൻസറിയാണ്. ഒരു മനുഷ്യല്ല അവിടെ. അവിടെ കാണാണ് ആ ഭാഗത്തേക്കൊക്കെ ഫുൾ ഫോറസ്റ്റ് മീൻസ് ഇപ്പോഴാണ് അവിടെയൊക്കെ ഫോറസ്റ്റ് ആയത്. മുമ്പൊക്കെ വീടുകളും മറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ വീടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു വീടിൻ്റെ ഓട് റൂഫിങ് മാത്രം കാണുന്നുണ്ട്. പിന്നെ താമസമുള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറവാണ്, ബട്ട് 1-2 വീടുകളിലുണ്ടെന്ന് തോന്നുന്നു താമസം. ഇവിടെ ഈ വീട്ടിൽ താമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുവഴി ഇങ്ങനെ ഒരു റോഡുണ്ടായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ താഴെ കുറച്ച് വീടുകളുണ്ട്. അതിപ്പോൾ ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഇവിടെ ഒരു സ്കൂളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും പോയി നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ തേയില പണിക്കാരുണ്ട്. തേയില ഇവിടെ നിന്ന് കൂട്ടിയിട്ട് വണ്ടി വന്നെടുക്കും. ഓക്കെ, ഇവിടെ ഒന്ന് നിർത്താം നമുക്ക്. ഇതാണ് വീടുകളുള്ള സ്ഥലം. ഇതിൽ കുറച്ചൊക്കെ താമസക്കാരുണ്ടാവുമായിരിക്കും.
നാട്ടിലൊന്നും ഉണ്ടാവില്ല. ഞാനവിടെ വന്നിറങ്ങി വണ്ടി ഇവിടെ സൈഡാക്കി. ഇവിടെ താഴെ കുറച്ച് വീടുകളുണ്ടല്ലേ. ഇതിൽ താമസമുള്ളതുകൊണ്ട് താമസമില്ലാത്തതുകൊണ്ട്. ഈ സമയത്ത് ആളുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു മനുഷ്യൻ്റെ ശബ്ദം പോലും ഇല്ല. ഓക്കെ, ഫുൾ കാടിൻ്റെ ശബ്ദമാണ്. ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് മാത്രമുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ബസ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 2 നേരം കണ്ടാണ്. അത് വൈകുന്നേരം ഒന്ന് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടൊരു വെളുപ്പിന് എടുത്തു പോകുന്ന ട്രിപ്പും അതിൻ്റെ ഇടയ്ക്കൊന്ന് ഗൂഡല്ലൂരിൽ നിന്ന് വന്നു പോകുന്നൊരു ബസ്. ആ ബസ് ഒരേ ബസ് തന്നെ. ഇവിടെ തേയില പണിക്കാരുണ്ട്. അവർ തേയില പറിച്ചു കൊടുന്ന് ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് തൂക്കിയിട്ട് അവർ ചുമന്നുകൊണ്ട് പോകും. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് 2-3 കെട്ടിടങ്ങൾ അവിടെ കണ്ടിരുന്നല്ലോ, അതാണ് അവിടെ കാണുന്നത്. പക്ഷെ അവിടെ ഒന്നും ആൾക്കാരില്ല. അത് ഒന്നാമത് ചിലപ്പോൾ എസ്റ്റേറ്റിൻ്റെ സ്റ്റാഫോ, അതായത് ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു തേയിലത്തോട്ടം ഉണ്ടല്ലോ ഇവിടെ, പിന്നെ തേയില പറിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ്റ്റേറ്റിൻ്റെ സ്റ്റാഫൊക്കെ താമസിക്കാനായിരിക്കും ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. മുമ്പൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സമയത്തൊക്കെ നല്ല ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ആരായിരിക്കും ഇവിടെ താമസിക്കുന്നുണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇവിടെ ഒരു പഴയ സ്കൂളുണ്ട്, ഞാൻ കാണിച്ചത്. വഴി ഇപ്പോൾ അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പുറത്താ, ഈ ഭാഗത്താണ് അങ്ങോട്ടേക്ക് കയറുന്ന സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞത് ഈ ദേവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. ഇതാ സ്കൂളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. കാട് മൂടിയിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് പോയി നല്ല കൊടിമരം, നല്ലൊരു മുറ്റമൊക്കെ ഉള്ളൊരു സ്കൂളുണ്ട്. അങ്ങോട്ട് എങ്ങനെ നമ്മൾ കയറും? കാട് വെട്ടി വെളിച്ചാക്കിയിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ. അതിനോട് കൂടെ കാല് വെച്ച് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. കരടിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിരുന്നു. ഇവിടെ കുറച്ച് ചപ്പുകൊട്ടുകാരുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉണ്ടാകുമ്പോൾ പിന്നെ ആളും പാളും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെവിടെ റാട്ടമട്ടോ ഇവിടെ രണ്ടാൾ മാത്രം എങ്ങനെ താമസിക്കുന്നത്? പേടി ഉണ്ടാവില്ല അവർക്ക്? അതല്ലേ, ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ, പഴയ കാലത്തുള്ള. അതുകൊണ്ടായിരിക്കും അവർക്ക് അത്ര ധൈര്യം അല്ലേ? പോയില്ലേ? പോയിട്ട് നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് പണിക്ക്? അല്ലേ, നിങ്ങളിങ്ങനെ പണിക്കുന്ന സമയത്ത് മൃഗങ്ങളോ എല്ലാം വരാറുണ്ടോ? വരുന്നെങ്കിൽ അറിയൂലേ? എന്തെങ്കിലും ആനക്ക് ഇറങ്ങണമെങ്കിൽ അറിയൂലേ? പകല് അങ്ങനെ വലിയ പ്രശ്നം ഉപദ്രവിക്കൊന്നുമില്ല. താഴെ അപ്പുറത്തല്ലേ അല്ലേ? അല്ല, ഞാനിപ്പോ അതിന്റെ ഉള്ളൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവും? ഞാൻ ഇവിടുന്ന് താഴെ വീടുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കട്ടെ. ഞാൻ എന്തിനാ പോയി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ എണ്ണാൻ പറ്റും. 1 2 3 4 5 6 7 8 9 പാടികളുണ്ട്. ഓരോ ലൈനിലും 6 കുടുംബങ്ങൾ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ 10 ലൈൻസ് ഉണ്ടെങ്കിൽ ഏകദേശം 60 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കാണാം അവിടെ താഴെ ആ പാടികൾ. പക്ഷെ ഇന്ന് അവിടെ വെറും 2 പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ. അത്രയും ബാക്കിയുള്ള വീടുകളെല്ലാം ഇങ്ങനെ ശൂന്യമേ കിടക്കണം, ആരും ഇല്ലാണ്ട് കിടക്കണം. ഇതാണ് കൈസ് ഇവിടുത്തെ പഴയ ലൈൻസ്.
2 കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവരെവിടെ താമസിക്കുന്നുള്ളതെന്ന് അറിയില്ല, ഏത് വീടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ വീടായിരിക്കാൻ, ഇവിടുത്തെ വീടായിരിക്കാനാണ് സാധ്യത. അവിടെ ചെരുപ്പൊക്കെ ഉണ്ട്, അതന്നെയായിരിക്കും പേടിച്ച് പ്രാവ് പറഞ്ഞു. ഇവിടെ കമ്പി അട്ടിച്ചിട്ടുള്ളത് ഇവർ ഇപ്പോൾ ഈ വീട്ടിൽ മാത്രമേ താമസമുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ സ്ക്വയറായിട്ട് ഇവിടെ എർത്ത് ലൈൻ കെട്ടിയിട്ടുണ്ട്, ആന ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തേക്കൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം വഴി പോലും ഇല്ല. അല്ല, ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ വഴി പോലും ഇല്ല. കുറച്ചുകൂടെ പോയി നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ തന്നെ നമുക്കൊരു ദിക്കാണ്, പേടിയാവുണ്ട്. കടുവ, കരടി ഇതിൻ്റെ സ്ഥലമാണ്. നമ്മുടെ വീടൊക്കെ എല്ലാം പോയി, വീടൊക്കെ പോയി. അയ്യോ, വീടിൻ്റെ ബാക്ക് വശം കണ്ടോ, അപ്പുറത്തേക്ക് ഫുൾ കാട് മൂടിയിരിക്കട്ടെ. അങ്ങോട്ട് പോകാൻ തന്നെ റിസ്ക്കാണ്, പോകുന്നില്ല. ഇതെന്താ, ഒരു വെള്ളം പിടിച്ചിരുന്ന പൈപ്പാണ്, ഒരു പൈപ്പ് വെള്ളം വരുന്ന കുടിവെള്ളം, അതെല്ലാം പോയി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും പാടികളുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് വഴിയില്ല പോകാൻ, കാട് മൂടി കിടക്കണം. പിന്നെ എന്തൊക്കെയോ ഒരു മണം, മറ്റേ മൃഗങ്ങളൊക്കെ ഉണ്ടായാലൊരു മണം ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ഒരു മണം. അതെനിക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ, പേടിൻ്റെ. അത് ഇവിടെ എല്ലാം വീടുള്ള അവസ്ഥയാണിത്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കകാലം മുതൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് മുതൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു 8-10 പാടികളുണ്ടാവും. ഈ പാടികളിലൊക്കെ വന്നിട്ട് 6 കുടുംബങ്ങൾ, ശേഷം 60 കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പോപ്പുലേഷൻ ആയിരുന്ന സ്ഥലമായിരുന്നു എനിക്കിത്. അപ്പോൾ ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാർ സെറ്റിലായിട്ടുണ്ട്. നമ്മുടെ ഈ നീലഗിരീൻ്റെ ചില ഭാഗത്ത് തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ കേരള ഭാഗത്തേക്ക് പോയിട്ട് സെറ്റിലായി. അവർക്കൊക്കെ കാണാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് ഇടുന്നത്. അവർക്കൊരു നൊസ്റ്റാൾജിയ ആവും, കാരണം അവർ ജനിച്ച് വളർന്ന ഒരു നാടാണിത്. അപ്പോൾ പല സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവരിവിടുന്ന് പോയി. കാരണം ഇവിടെ ജീവിതം എന്ന് പറയുന്നത് അത്ര ഒരു സേഫല്ല, ഒരു ഫ്യൂച്ചറില്ലാത്തൊരു ജീവിതമാണ്. എന്നിരുന്നാൽ പോലും ജനിച്ച് വളർന്നൊരു നാടെന്ന് പറയുമ്പോൾ ആ നാട് അവർക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ എന്നോട് ചില ആൾക്കാരൊക്കെ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴാണ് ഇനി ദേവനിലേക്ക് പോകുക എന്നൊക്കെ ചോദിക്കുന്നത്. കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എൻ്റെ കമൻറ്റിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും പോവും, ഒരു ദിവസം ഇടയ്ക്ക് ഞാൻ പോകേണ്ടതെന്നൊക്കെ പറയാം. അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അവസാനം ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, ഇതിനൊരു പേരുണ്ട്, 4-ാം നമ്പറോ എന്തോ പറയും തോന്നുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു റൂൾ മട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അമ്പലം പള്ളിയൊക്കെ ഉള്ളത്. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോകണം. അതിൻ്റെ അപ്പുറത്തേക്ക് ലാസ്റ്റ് സ്റ്റോപ്പാണ് റാട്ടമട്ടം. റാട്ടം എന്ന് പറയുന്നത് ഫാക്ടറി. അവിടെയാണ് ബസ് പോകുന്ന ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെയാണ് ഇന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ ദേവൻ എസ്റ്റേറ്റിൽ താമസിക്കുന്നവരുള്ളത്. അവിടെ ഇതുപോലെ ഒരുപാട് പാളികൾ പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നു. നമ്മൾ അതുവരെ പോവാം. ആ ഒരു കടയുള്ളത് അവിടെയാണ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ ഭാഗത്ത് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എസ്റ്റേറ്റിൽ പണി എല്ലാവരും ഒരുമിച്ചായിരിക്കും എന്നാണ് തോന്നുന്നത്. ചപ്പ് പറിക്കുന്നവരും മറ്റുള്ള ആണുങ്ങൾ മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പ്ലാൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം ഇത് തനിച്ചനിച്ച് അവിടെ എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റിയ സാഹചര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം റൂൾ മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. ഇതാണ് ഇവിടുത്തെ റൂൾ മട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു 3-4-5 പാടികളുണ്ട്. പക്ഷെ അമ്പലം പള്ളിയൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, ഒരു പൊളിഞ്ഞ കെട്ടിടം നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അമ്പലം പള്ളി എന്ന സ്ഥലമൊന്നും അടയാളം പോലും ഇല്ല കേട്ടോ, കാട് മൂടിപ്പോയി. നിർത്താം.
ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ റൂൾ മട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് മസ്റ്റർ എന്ന് പറയും, മസ്റ്റൂൾ എന്ന് പറയും, മസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെയാണ് വരിക. വന്നിട്ട് ഇവിടെ വന്നിട്ട് അറ്റൻഡൻസ് ഇടണം. എന്നിട്ട് അവർക്ക് ഫീൽഡിൽ എന്താ വർക്ക് എന്നുള്ളതൊക്കെ സെക്ഷനായിട്ട് തിരിച്ച് അവരെ പറഞ്ഞേക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന മസ്റ്റർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവർക്കുള്ള സാലറി കൊടുക്കുന്നതും മറ്റൊക്കെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിവസം തുടങ്ങുന്നത് ഈ മസ്റ്ററിൽ വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ പരിസരത്തുണ്ടല്ലോ ഇവിടെ അമ്പലം പള്ളി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഒരു കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകുവശത്തേക്ക് ഒരു 2 ലൈൻസ് ഉണ്ട്, 2-3 ലൈൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആകെ 2 പേര് മാത്രമേ ഉള്ളൂ ഇവിടെയും താമസിക്കുന്നത്. 2 വീട്ടിൽ മാത്രമേ ആളുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയി. ഇവിടെ അല്ല 2 വീട്ടിലെ താമസമുള്ളൂ. പിന്നെ ഇവിടുത്തെ അമ്പലം, ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലമാണ് ഈ കാണുന്നത്. ഈ എന്താണ് മുരുകൻ ക്ഷേത്രമാണോ മാരിയമ്മൻ ക്ഷേത്രമാണോ എനിക്കറിയില്ല. മാരിയമ്മൻ ക്ഷേത്രം ആവാനാണ് സാധ്യത. പിന്നെ പള്ളി ഞാൻ കാണിച്ചത് അതാണ് പള്ളി. പള്ളിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. കാരണം ഇത് ഒരുപാട് മുമ്പ് തന്നെ ഇവിടുന്ന് ഒഴിവായി പോയതാണ്. ഇവിടുന്ന് പള്ളി കാരണം പള്ളി ഇപ്പോൾ വേറെ സ്ഥലത്ത് മാറ്റി പണിതിട്ടുണ്ട്. ഈ എസ്റ്റേറ്റിന് പുറത്ത് വേറെ വഴി കൂടെ പോകണം അങ്ങോട്ട്. അപ്പോൾ ആളഞ്ഞ് പോയ സ്ഥിതിക്ക് പള്ളീൻ്റെ ഒരു അവസ്ഥ തന്നെ കാണുന്നത്. അതിനൊരു മതിൽ മാത്രം കാണുന്നുണ്ട്. കയറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പള്ളീൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടാകും. പക്ഷെ എങ്ങനെ അങ്ങോട്ട് കയറിപ്പോകും? വഴിയില്ലല്ലോ, മൊത്തം കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അമ്പലം പിന്നെ ഇപ്പോഴും നിലവിലുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ട് അത് നിലനിന്ന് പോകുന്നുണ്ട്, മറ്റൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ പരിപാടികളും, അമ്പലത്തിൻ്റെ പരിപാടിയായാലും പള്ളിൻ്റെ പരിപാടി ആയാലും ഇവർ എല്ലാവരും ഒരുമിച്ചാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു നാടാണ്. ഇന്നല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വാർത്തയാവും. കാരണം മതസൗഹാർദ്ദം കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒന്നുമില്ലാതിരുന്ന സമയത്ത് തന്നെ ഇവിടെ ജനങ്ങൾ വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചിരുന്ന നമുക്ക് എടുത്തു പറയാൻ പറ്റിയൊരു നാടാണ് ദേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ പരിപാടി ആയാലും ശരി, പള്ളിയിൽ നബിദിന പരിപാടി ആയാലും ശരി, അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും എല്ലാം ചേർന്ന് അത് കുറച്ച് ആൾക്കാരെ അവർ എല്ലാവരും ഒരുമിച്ചാണ് വന്നിട്ട് പൈസ പിരിക്കാനും മറ്റൊക്കെ ആയിട്ട് വരാറുള്ളത്. അപ്പം അങ്ങനെ നമുക്കത് അറിയാൻ പറ്റി. ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു, അതായത് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ആൾക്കാരുള്ളൊരു നാടായിരുന്നു. പക്ഷെ ആൾക്കാർ ഒഴിഞ്ഞു പോയെങ്കിലും നമുക്കതൊരു ഓർമ്മയാണ്. ഇതിലേക്ക് കയറിപ്പോരുന്ന വഴി ഇതിലൂടെയാണ്. ഇങ്ങനെ കയറിപ്പോയിട്ട് അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓടിട്ടൊരു പള്ളിയായിരുന്നു. ഓട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു തിണ്ണൊക്കെ ഉണ്ടായിരുന്നൊരു മോഡൽ, പഴയ കാലത്തെ പള്ളി ഉണ്ടല്ലോ, ആ ഒരു പഴയ കാലത്തെ മോഡലിലുള്ളൊരു പള്ളിയായിരുന്നു. ഹൗളും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു പള്ളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിരുന്ന സമയത്ത്, ഈ പള്ളി ഒഴിഞ്ഞു പോയിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലാനൊക്കെ പറ്റുമായിരുന്നു. അതിൻ്റെ പഴയ പലകളും തടികളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റി. അന്ന് അതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ വഴി പോലുമില്ല. എന്താണ് സ്റ്റെപ്പ് ഇവിടെ കുറച്ച് കാണുന്നുണ്ട് കണ്ടോ, കാരണം പടിക്കട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നത്. നിങ്ങളുടെ പേരൊന്ന് പറയും? എൻ്റെ പേര് കൃഷ്ണൻ. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ കൃഷ്ണേട്ടനെ കണ്ടു. കൃഷ്ണേട്ടന് ചെറിയൊരു പരിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് താമസം ഇവിടെ തന്നെ അല്ലേ? താമസം ഇവിടെ തന്നെ. ചെറുപ്പം മുതലേ? ചെറുപ്പമല്ല, ജനിച്ചതും വളർന്നതും 60-63 വയസ്സായി ഇതുവരെ ഇവിടെ തന്നെ. പിന്നെ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നല്ലോ? ആൾക്കാർ ഒരുപാട് 10-500 കുടുംബങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്ന. ഇപ്പൊ എത്ര കുടുംബം ഉണ്ടാവും ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ? ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ വീടുകളൊക്കെ കൂടി ഒരു 50 കുടുംബം ഉണ്ടാവും. അത്രേ ഉള്ളൂ? എല്ലാം പോയില്ല. ഞാൻ താമസിക്കുന്ന ലൈനിൽ വന്നിട്ട് വെറും 2 കുടുംബം പറഞ്ഞ അമ്മായിയമ്മ ഒന്നില്, ഞാനും ഭാര്യ ഒന്നില്, അങ്ങനെ 2 വീട്ടിലുള്ള ആള്. ഞാൻ ആദ്യം എസ്റ്റേറ്റിലായിരുന്നു. ഒരു 15-18 വർഷം മുമ്പ് എസ്റ്റേറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നെ അത് നിർത്തിയിട്ട് ഇപ്പൊ ഈ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് എടുത്ത് പുറത്ത് ചെയ്യണം. ഭാര്യ ഇവിടെ പെർമനന്റ് ആയിരുന്നു. പിന്നെ എസ്റ്റേറ്റ് ഇങ്ങനെ കാടൊക്കെ മൂടി ഇതൊക്കെ ആയപ്പോ ഒരു 4 വർഷമായിട്ട് ഭാര്യ പണിക്കൊന്നും പോടില്ല. ബൈക്കിൽ വരുന്ന സമയത്ത് ആന പുറകിൽ കൂടിയിട്ട് ബൈക്കിൽ വീണിട്ടാണ് കാല് പരിക്ക് പറ്റിയിട്ട് മൂപ്പരിപ്പോ വീട്ടിൽ 15 ദിവസമായി. എങ്ങനെ സംഭവിച്ചത്? ആന പുറകില് വന്നത്, ഞാന് വന്നുകൊണ്ടിരിക്കുമ്പോ പോത്തുകൾ കംപ്ലീറ്റ് റോട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോത്തുകൾ മാറുന്നില്ല വഴിയിൽ നിന്ന്. അപ്പൊ ഞാൻ വണ്ടി ഓർണടിച്ചുകൊണ്ടേ ഇരുന്നപ്പോ ഈ ഓർണിന്റെ ഒച്ച ഇട്ടിട്ട് ആനയും ഒരു കുട്ടി റോഡ് സൈഡിൽ തന്നെ ഉണ്ട്.
നിങ്ങൾ കണ്ടില്ലായിരുന്നു? കണ്ടിട്ടില്ല. കുറച്ചിങ്ങനെ ഒരു ചെരുവിൽ ഇങ്ങനെ നിക്കുക. അപ്പൊ അത് കൊറേ നേരം ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഓർണടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ദേഷ്യം വന്നിട്ട് ആന അങ്ങോട്ട് കയറി പിന്നാലെ ചീറിട്ട് ഓടി ഇങ്ങോട്ട് പോകും. ഓടി വന്നപ്പോ ഞാന് വണ്ടി സ്പീഡിൽ എടുത്തു. ഈ പോത്തുകളിനെ കടന്ന് അങ്ങോട്ട് പോകാൻ വയ്യ. പോത്ത് ബ്ലോക്കായി. അത് പോത്തുകളുടെ പിന്നാലെ പോയി പോത്തിനെ തട്ടി നോക്കിയിട്ടൊന്നും പോകില്ല. അപ്പത്തിന് ആന ചീറിട്ട് വരികയാണ്. അതിൽ ഞാൻ സൈഡിൽ കൂടെ ഇറക്കി അങ്ങനെ പോയപ്പോഴത്തേനും എടുത്ത് കുറച്ച് ദൂരം കണ്ട് ഇറക്കി അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോഴത്തേനും വണ്ടി സ്കിഡായി. ചളിയിലേക്കാണ് പിന്നെ പോക്ക്. വണ്ടി കാലുമൊക്കെ വീണല്ലേ? ഫ്രാക്ചർ ഉണ്ടോ? പൊട്ടുണ്ടോ? പൊട്ടുണ്ട്. എല്ലില് ഈ വശത്തായിട്ട് പൊട്ടുണ്ട്. പുഷ്പരിന്നാണ് ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. പുഷ്പഗിരി. അപ്പൊ കൃഷ്ണേട്ടനൊക്കെ താമസിക്കുന്ന വീടുകൾ ഈ വഴിക്കുള്ളത്. ഇവിടെ ഏകദേശം ഒരു 10-12 കുടുംബങ്ങളെ താമസിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കൊക്കെ റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആന വരുന്ന സമയത്ത് ആനനെ ഓടിക്കാനൊന്നും പറ്റില്ല. കാരണം റിസർവ് ആയതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ട്. പാടികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആനപ്പിണ്ണ് കണ്ടു. ഇവിടെയൊക്കെ വീടിന് മുമ്പിലൊക്കെ ആനയായിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ നിൽക്കണമെന്ന് അറിയില്ല. അവിടെ മേലൊക്കെ കാടാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ബംഗ്ലാവ് ഉണ്ട്. ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്പോട്ട് ഉണ്ട്, കാണാൻ പറ്റിയ കാണാമെന്ന്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. ഇവിടെ ഭയങ്കര ആനയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അതാണ് ബംഗ്ലാവ്. ഇതിൻ്റെ മുകളിലുണ്ട്. റോഡുണ്ട്, വണ്ടി പതുക്കെ കൊണ്ടുപോയി ചെയ്യാം, കല്ല് റോഡ്. പക്ഷേ റിസ്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണ്. കാരണം മുമ്പൊരിക്കൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമുക്ക് കുറച്ചൊരു ഇതായിരുന്നു. അന്നത്തേക്കാൾ മോശമാണ് ഇന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് വേടാം. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ സ്റ്റോപ്പ്, ബസ് വരുന്ന സ്ഥലം, അവിടേക്ക് നമുക്ക് പോവാം. ഓക്കെ. ഇവിടെ കുറച്ച് കെട്ടിടങ്ങൾ കാണുന്നുണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് നമ്മുടെ ക്രച്ചും മറ്റൊക്കെയാണ്. അതായത് കുട്ടികളെ കൊടുന്നാക്കുന്ന സ്ഥലമുണ്ട്, ബാലവാടി. രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ ഇവിടെ കൊടുന്നാക്കും. ആ സ്ഥലമാണ്. അതിൻ്റെ കെട്ടിടങ്ങളാണ് ഈ പൊളിഞ്ഞ് കിടക്കുന്നത്. മഴ ഇപ്പം പൊളിഞ്ഞോടും. ഷോ ഉണ്ടോ? അല്ലൊരു റോഡ്. ഇത് ഇവിടുന്ന് കോൺക്രീറ്റ് ആണ് കുറച്ച് ദൂരത്തേക്ക് റോഡ്. പക്ഷേ മുമ്പ് വെറും മണ്ണ് റോഡായിരുന്നു. ഇതാണ് ആ ക്യാൻറ്റീൻ. ഇവിടെ ഒന്ന് കയറി. ക്യാൻറ്റീൻ മീൻസ് ഇവിടുത്തെ ചായക്കട, ഒരേ ഒരു കട. ഒന്ന് പോയി നോക്കാം നമുക്ക്. ഒരു കട ഒറ്റക്ക്. ഇവിടെ വീടുകളൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് റാട്ടമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് അവസാനത്തെ സ്റ്റോപ്പ്. അവിടെ കുറച്ച് വീടുകളുണ്ട്. ഇതാണ് നമ്മുടെ ദേവൻ എസ്റ്റേറ്റിലുള്ള ഒരേ ഒരു കട അല്ലേ? ചേട്ടൻ്റെ പേര് വേണുവേട്ടൻ അല്ലേ? വേണുവേട്ടൻ്റെ കട. കടിയൊക്കെ ഉണ്ടല്ലോ. പഴംപൊരിയാ? ഓക്കെ. ഇവിടെ രാവിലെ വൈകുന്നേരം ഇഷ്ടംപോലെ ആൾക്കാർ ചായ കുടിക്കാൻ വരും. പണിക്ക് വന്ന ആൾക്കാർ. ഇപ്പോൾ ആൾ കുറവാണ്. പക്ഷെ ഒരു കാലത്ത് നിങ്ങൾ ഇവിടെ ഉള്ള തന്നെ ആണോ? എന്താ പരിപാടി? എസ്റ്റേറ്റ് പണിക്കുണ്ടോ? ശരി. ഓക്കെ. പുറത്താ? അത് നിങ്ങള് മാടാ? ഇല്ല, നമ്മള്
നിങ്ങൾ നോക്കുക. ഇവിടെ പുലി അടിക്കലും മല അടിക്കലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ അപ്പൊ അവിടെ ഒരു ബംഗ്ലാവ് ഇല്ലേ മേലെ? അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? വൈകുന്നേരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പോവുക ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. ആളുണ്ടെങ്കിൽ പോവില്ല. നോക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? നമ്മൾ വേണോട്ടിന്റെ ചായ കുടിക്കാനായിട്ടാണ് അവിടെ നിന്ന് വന്നത്. ചായയും പഴംപൊരി കഴിയെടുത്തു പോയി. ചായ ഇതാണ് ദേവനിലുള്ള ഒരേ ഒരു കട. അവിടെ വേണോട്ടിൻ്റെ കട ഒരു 10-50 വർഷത്തോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതലേ പുള്ളി തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. എസ്റ്റേറ്റിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ കട ഉണ്ടാവില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പുള്ളി കട തുറക്കും. പിന്നെ രാത്രിയിൽ പുള്ളി അപ്പുറത്ത് കിടക്കാൻ വേണ്ടി അവിടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ കടന്നിരുന്നത്. പിന്നെ ഒരു ദിവസം ഇതിൻ്റെ കഥയൊക്കെ വന്നിട്ട് ആന പൊളിച്ചെന്ന് പറഞ്ഞു. ആന പൊളിച്ചിട്ട് ഈ ഇപ്പോൾ കടയൊക്കെ ആയതുകൊണ്ട് ഉള്ളിൽ മറ്റുള്ള പച്ചക്കറികളും മറ്റൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ലെടുത്തിട്ട് ആന ഡോറ് പൊളിച്ചെന്ന് പറഞ്ഞു. ഒരു ദിവസം കരടി അതിൻ്റെ അകത്തേക്ക് കയറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതിന് ശേഷം അവിടെ പോയിട്ടാണ് കിടക്കാറുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇതൊരു ഒറ്റൊരു കടയാണ്. ഇതിൻ്റെ മുമ്പിൽ ഇതൊരു ഗ്രൗണ്ടായിരുന്നു ആദ്യം മുമ്പ്. ഇപ്പോൾ കണ്ട ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. പിന്നെ അപ്പോഴത്തെ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരാളും ഇല്ലാത്തതുകൊണ്ട് ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കാതെ ഇങ്ങനെ കിടക്കുന്നു. നല്ലൊരു അടിപൊളി ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ചു. നമുക്കിനി ഇവിടുത്തെ അവസാനത്തെ സ്റ്റോപ്പ് റാട്ടമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അവിടുന്ന് ബംഗ്ലാവിലേക്ക് പോകാൻ പറ്റുന്നൊക്കെ ഒരു പറഞ്ഞു. പക്ഷെ ഒക്കെ പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് സൂക്ഷിച്ച് പോകണം എന്നൊരു വാക്ക് പറയുമല്ലോ, അവിടെയാണ് നമുക്ക് പേടിയാ. ആ പറച്ചില് നമ്മളെ പോവാനുള്ള ഇത് പോവും. കാരണം അവിടെ ആന നിൽക്കുന്നുണ്ടെങ്കിൽ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കരടിയും പുലിയും ഉണ്ടെങ്കിൽ അതിന് കാണാനൊന്നും പറ്റില്ലല്ലോ. അത് ഈ പശുക്കളൊക്കെ മെയിനോട് അതിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമ്മൾ ചെന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡേഞ്ചറാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ സ്ഥലം. ഇവിടെയാണ് ബസ് വന്ന് തിരിക്കുന്നത്. റാട്ടമട്ടം എന്ന് പറയും. ഇവിടെ അത്യാവശ്യം പാടികളുള്ള സ്ഥലമാണ്. പക്ഷേ ആകെ ഒരു 30-ൽ കൂടുതൽ കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇവിടെ ഇത്രയും ഭാഗം നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബസ് വന്ന് തിരിക്കാനൊക്കെ സൗകര്യാർത്ഥം അടിപൊളിയായിട്ട്. അതിനുള്ളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം വീടുകളാണ്, പാടികളാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി ആളൊഴിഞ്ഞ് കിടക്കുന്ന പാടികളാണ് കൂടുതലുള്ളത്. ഇതിലെ കൂടെ ഒരു ഫുട്പാത്തൊക്കെ ഉണ്ട്. പട്ടി നീളൂടൊക്കെ പാടികളാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾ താമസമില്ലാത്ത കുറേ പാടികളാണുള്ളത്. ഇതിൽ കൂടെ ഒക്കെ പോയാൽ അങ്ങോട്ടൊക്കെ പാടികളാണ്. നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ കുറേ കാലി കിടക്കുന്നുണ്ടാവും, കുറച്ചിലൊക്കെ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ്. ഓക്കെ, ഒന്ന് തിരിക്കാം. വണ്ടി പോകില്ല അതിൻ്റെ അപ്പുറത്തേക്ക്. ഈ റോഡ് പോകുന്നതിന് 2 സൈഡിലുള്ള വീടുകളിലാണ് കൂടുതൽ ആളുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൂടുതലായിട്ട് ആൾക്കാരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാനിവിടുന്ന് പോണത്, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വഴി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു വഴിയാണ്. പക്ഷെ ഞാൻ പേടി കാരണം അതിലൂടെ വരാതിരുന്നതാണ്. ചുറ്റിക്കറങ്ങി വന്നത് ദേവർശാലയിൽ കൂടെ. ഇപ്പം ഞാൻ അതിൽ കൂടെ തിരിച്ചു പോകാൻ. ഇപ്പം എന്തോ എനിക്ക് ചെറിയൊരു ധൈര്യം ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും അതിൽ കൂടെ നമുക്ക് തിരിച്ചു പോവാം. ആ വഴിയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റൂട്ടുണ്ട്. ഞാൻ രാവിലെ വന്നപ്പോൾ അതിലൂടെ വരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒറ്റക്കൊരു ഭയം, അതുകൊണ്ട് ഞാൻ പ്ലാൻ മാറ്റിയതായിരുന്നു. അതിപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വന്ന് ജോയിൻ്റ് ആവുന്നത്. ഞാൻ അതുവഴിയാണ് വന്നത്.
ഈ റോഡ് നേരെ അവിടെ നിന്നാണ് വന്നത്. പക്ഷെ ഞാൻ വരാൻ ഉദ്ദേശിച്ച വഴിയൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഇതുവഴി കയറി വന്നേനെ. അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ച് അതിൽ കൂടെ പോകാമെന്ന് വിചാരിക്കണം. അങ്ങനെ എന്താ വഴിയുണ്ടോ ഇല്ലയെന്നറിയില്ല, പോയി കുടുങ്ങുമെന്നും അറിയത്തില്ല. ഈ വഴി ഇവിടെ ഭയങ്കര ഡേഞ്ചർ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനൻ്റെ സ്ഥലമാണ്. അത് മാത്രമല്ലാണ്ട് വേറെ കുറേ എന്തൊക്കെയോ ഒരു വശപ്പശകുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കൂടെ വരാനൊരു പേടി. എന്നാലും തിരിച്ച് ഞാൻ ഈ കൂടെ തന്നെ പോവാം. അയ്യോ, ടയർ സ്കിഡാണ് ഇവിടെ. ഓക്കെ, അയ്യോ, ഒന്നാമത് പേടിയെന്നറിയോ, ഇതിപ്പോൾ ഈ കാണുന്ന കുന്നുണ്ടല്ലോ, ഇതിലിങ്ങനെ മണ്ണിൽ പെരണ്ട് കൂട്ടം കൂട്ടായിട്ട് ആന നിൽക്കുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ഇവിടെ വരാൻ പേടി. പിന്നെ വഴി കണ്ടില്ലേ, ഇതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിട്ട് എസ്കേപ്പ് ആകാൻ പറ്റില്ല. ദൂരം കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റോഡില്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലൂടെ തിരിച്ചു പോകുന്നത്. ഞാൻ രാവിലെ പുറപ്പെടുന്ന സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഇതിലൂടെ വരാണ്ടിരുന്നതാണ്. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിലൂടെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഫ്രണ്ട് വീൽ ഒരു ഭാഗത്തേക്കും ബാക്ക് വീൽ വേറൊരു ഭാഗത്തേക്കുമാണ് പോകുന്നത്. ആനപ്പിണ്ടങ്ങളേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെ പോയി നോക്കാം. അയ്യോ, ഇവിടെ എന്താ അവസ്ഥ? മൈ ഗോഡ്, അയ്യോടാ. ഇതിൽ കൂടെ പോകണം. ഈ ചപ്പെടുക്കാൻ വേണ്ടി വരുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ ട്രാക്ടറിൻ്റെ പുറകെ ടൈലർ കെട്ടിയിട്ട് അതിലാണ് തേയിലെടുത്തിട്ട് പോകാൻ വേണ്ടി വണ്ടി വരും. ആ വണ്ടി പോയതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത്. മണ്ണൊക്കെ ഇളകി സൈഡിലേക്ക് മാറിയിരിക്കുക. ചെറിയ കല്ലിൻ്റെ ഗ്രിപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡേഞ്ചർ സോൺ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു. ഇനിയും കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. ഇനി പേടിക്കാനൊന്നുമില്ല, റോഡ് കുറച്ച് പ്രശ്നം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയായി, പിന്നെ നോ പ്രോബ്ലം. റോഡ് ഇങ്ങനെ പോകണം ഉണ്ടോ, ഇനി വലിയ വിഷയമല്ല. ഓക്കെ, അവിടെ എനിക്ക് ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാണ്. കൂടി ആവശ്യമുള്ള ആളുകൾ നമ്പർക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം, ഞാൻ അയച്ചുതരാം. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പാർസലിൻ്റെ റേറ്റൊക്കെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേറെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല. ഇനിയിപ്പോൾ അയക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ട്. എന്നാലും ഓർഡറുകൾ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.